മഞ്ചേശ്വരത്തെ SDPI സ്ഥാനാർത്ഥിയെ പിൻവലിക്കും എന്നുള്ളതാണ് ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം. വിഷയം ചർച്ച ചെയ്ത യോഗത്തിൽ നിന്ന് സ്ഥാനാർത്ഥി KM അഷ്റഫ് ഇറങ്ങിപ്പോവുകയും ചെയ്തു. SDPI ജില്ലാ കൗൺസിലിൽ നിന്ന് KM അഷ്റഫ് രാജിവെക്കും. മത്സരിക്കാൻ പറഞ്ഞതും പിൻവലിക്കാൻ പറഞ്ഞതും സംസ്ഥാന നേതൃത്വമെന്ന് KM അഷ്റഫ് പറഞ്ഞു. എന്റെ എല്ലാ പാർട്ടിയുടെ എല്ലാ ഉത്തരവാദിത്വത്തിൽ നിന്നും ഞാൻ രാജിവെച്ചിരിക്കുന്നു. ബാക്കി കാരണം നിങ്ങൾ മനസ്സിലാക്കി എന്തെങ്കിലും അരുൺ പാറക്കലാണ് കാസർഗോഡ് നിന്ന് വിവരങ്ങളുമായി ചേരുന്ന. അരുൺ, UDFന് വലിയ ഭീഷണി അല്ലെങ്കിൽ വലിയ വോട്ട് നഷ്ടമുണ്ടാകുമെന്ന ആശങ്കയായിരുന്നു SDPIയുടെ സ്ഥാനാർത്ഥിത്വം. അതിന് SKSSF വരെ ഇടപെട്ടു. അങ്ങനെ പല സംഘടനകളുടെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദം ഉണ്ടായിരുന്നു. ഒടുവിൽ SDPI UDFന്റെ സമ്മർദ്ദത്തിനും ആവശ്യത്തിനും ഒക്കെ വഴങ്ങുമ്പോൾ പോലും ഇനി BJP അടക്കം UDFനെതിരെ വലിയ പ്രചരണമാക്കാൻ പോകുന്നത് ഈ സ്ഥാനാർത്ഥി പിൻവലിക്കലായിരിക്കും. അതിനപ്പുറത്തേക്ക് മനസ്സില്ലാ മനസ്സോടെയാണ് SDPI സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നത് അല്ലെങ്കിൽ പത്രിക പിൻവലിക്കുന്നത്. SDPIയിൽ ഒരു പൊട്ടിത്തെറിക്ക് വഴിയൊരുക്കുന്നു ഈ സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക നൽകലും പിൻവലിക്കലും നാടകങ്ങൾ. UDFന്റെ സമ്മർദ്ദത്തിന് SDPI വഴങ്ങി എന്ന് വേണം അനുമാനിക്കാൻ. ഇപ്പോൾ CPI ലത്തീഫ്, SDPIയുടെ സംസ്ഥാന പ്രസിഡന്റ് CPI ലത്തീഫിന്റെ നേതൃത്വത്തിലാണ് മഞ്ചേശ്വരത്തെ വ്യാപാര ഭവനിൽ യോഗം അല്പസമയത്തിന് മുമ്പ് ആരംഭിച്ചത്. യോഗം ആരംഭിച്ച് 5 മിനിറ്റിനകം തന്നെ KM അഷ്റഫ് SDPI മഞ്ചേശ്വരം മണ്ഡലത്തിൽ നിർത്തിയ സ്ഥാനാർത്ഥി യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. വൈകാരികമായാണ് KM അഷ്റഫ് പ്രതികരിച്ചത്. SDPI ജില്ലാ ഭാരവാഹിത്വത്തിൽ നിന്ന്, ജില്ലാ കൗൺസിലിൽ നിന്ന് KM അഷ്റഫ് രാജിവെക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം നേരെ പോയിരിക്കുന്നത് കളക്ടറേറ്റിലേക്കാണ്. ഈ യോഗത്തിലുണ്ടായ അന്തിമ തീരുമാനം അത് ഔദ്യോഗികമായി തന്നെ സംസ്ഥാന നേതൃത്വം അറിയിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമുക്ക് മനസ്സിലായ കാര്യം SDPI ഈ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നു എന്നുള്ളതാണ്. UDFന് വലിയ വോട്ട് നഷ്ടമുണ്ടാകുമെന്ന് നേരത്തെ തന്നെ കണക്കാക്കിയിരുന്നു. പ്രത്യേകിച്ച് മഞ്ചേശ്വരം മണ്ഡലത്തിൽ 8600 വോട്ട് അത് SDPIക്കുണ്ട്. അങ്ങനെ SDPI 8600 വോട്ട് നേടുകയാണെങ്കിൽ അത് UDFന് വലിയ നഷ്ടമുണ്ടാക്കും. NDA സ്ഥാനാർത്ഥി K സുരേന്ദ്രന് വിജയപ്രതീക്ഷ കൂട്ടുകയും ചെയ്യും. അതാണ് ഇപ്പോൾ SDPI സ്ഥാനാർത്ഥിയെ പിൻവലിക്കാനുള്ളൊരു കാരണമെന്ന് നാം മനസ്സിലാക്കുന്നു. മറ്റൊന്ന്, UDFന്റെ വലിയ സമ്മർദ്ദം ഈ SDPI സ്ഥാനാർത്ഥിയെ പിൻവലിക്കുന്നതായി ഉണ്ടായിരുന്നു. അത് പല കോണുകളിൽ നിന്ന് മുസ്ലിം സാമുദായിക സംഘടനകൾ വഴിയൊക്കെ KM അഷ്റഫ് ഈ SDPI സ്ഥാനാർത്ഥിയെ പിൻവലിക്കാനുള്ളൊരു നീക്കം നടത്തിയിരുന്നു. ആ നീക്കം വിജയിച്ചിരിക്കുന്നു. ഈ യോഗത്തിൽ നിന്ന് KM അഷ്റഫ് ഇപ്പോൾ ഇറങ്ങിപ്പോയി കളക്ടറേറ്റിലേക്കാണ് പോയിരിക്കുന്നത്. വൈകാരികമായാണ് അദ്ദേഹം പ്രതികരിച്ചതെന്നാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, അദ്ദേഹം ഈ ജില്ലാ ഭാരവാഹിത്വത്തിൽ നിന്ന് രാജിവെക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. SDPIയിലും വലിയ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറിക്കായി ഇത് വഴിയൊരുക്കിയിരിക്കുന്നു. ഗോകുൽ, അപ്പൊ എന്തായാലും അനുനയിപ്പിക്കൽ അത് നടന്നു എങ്കിൽ പോലും അദ്ദേഹം അത് അത്ര ഹാപ്പി ആയിട്ട് എടുത്തു എന്ന് നമുക്ക് ആ പ്രതികരണത്തിൽ നിന്ന് തോന്നി. ശ്രദ്ധേയമാകുന്നത് കഴിഞ്ഞ തവണ മഞ്ചേശ്വരത്ത് KM അഷ്റഫ് K സുരേന്ദ്രനെ തോൽപ്പിച്ച അല്ലെങ്കിൽ നേടിയ ഭൂരിപക്ഷം 855 വോട്ടുകൾ മാത്രം. 8000-ലധികം വോട്ടുകളുള്ള SDPI ഇത്തവണ ഇറങ്ങിയാൽ അവിടെ വിയർക്കുന്നത് UDF ആയിരിക്കും. സ്വാഭാവികമായിട്ടും BJPക്ക് അക്കൗണ്ട് തുറക്കാൻ ഒരു അവസരമാകുമോ എന്ന ആശങ്ക അത് ഇടത് വലത് മുന്നണികൾക്കുണ്ട്. രണ്ട് മുന്നണികൾക്കെതിരെയും മുമ്പും BJP ആരോപിക്കുന്നത് അവിടെ വോട്ട് മറിച്ചാണ്, അല്ലെങ്കിൽ CPM-ഉം LDF-ഉം വോട്ട് മറിച്ച് UDFന് ചെയ്താണ് തങ്ങളെ തോൽപ്പിക്കുന്നതെന്ന് കാലങ്ങളായി BJP ആരോപിക്കുന്ന ഇടം കൂടിയാണ്. അവിടെയാണ് ഇപ്പോൾ SDPI സ്ഥാനാർത്ഥിയെ പിൻവലിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.